നാളെ 12-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ അനാൻഷ ഷോക്കുള്ളത് ആ സ്റ്റേജ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പരാതിയുണ്ട്. അതായത് ലിങ്ക് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് സക്സസ്ഫുൾ കാണിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുമായി ആരും ബന്ധപ്പെട്ടില്ല, ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്ന കുവൈത്ത് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ റോക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധി തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഷാഫി ഭായി, ഒത്തിരി ആൾക്കാർക്ക് പരാതിയുണ്ട്, അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക്. കുഞ്ഞിക്ക, നമ്മളെ കുവൈത്തിലുള്ള എല്ലാ ആളുകളോടും പറയാനുള്ളത്, നമ്മൾ ഒരു ടൈമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ലിങ്ക് നമ്മൾ റിക്വസ്റ്റ് ലിങ്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിയാണ്. അതായത് 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം 4300 റിക്വസ്റ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ ആദ്യം ആരാണോ ബുക്ക് ചെയ്യുന്നത് അവർക്കുള്ള ടിക്കറ്റ് ആണ് നമ്മൾ കുവൈത്തിലുള്ള 8ഓളം സ്ഥാപനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ വിജയകരമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ ഷോപ്പുകളിൽ നിങ്ങളെ കാർഡ് റെഡി എന്ന് പറയുന്ന മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റ് അവിടെ റെഡി ആയിരിക്കും. അതല്ല നമ്മളുടെ അതോറിറ്റി പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രോസസ്സിംഗിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ കുവൈത്തിലുള്ള സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇത് സ്റ്റേഡിയം അല്ല, ഇതൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഇവിടെ ഉൾക്കൊള്ളുന്ന ആൾക്കാർക്ക് ഒരു കണക്കുണ്ട്. അപ്പോൾ അതിൽ അവർ പറ്റുന്നത്ര പാസ് കൊടുത്തിട്ടുണ്ട്. ആരോ ക്യാഷ് ഒന്നും മേടിക്കാതെ ഫ്രീ പാസ്സായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ കുവൈത്തിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാമല്ലോ. കുറേ ക്രൗഡും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ നിയമപാലകർ വരും, അങ്ങനെയുള്ള. ഇതിപ്പോൾ ലൈസൻസോട് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടത്തുന്നുള്ളത്. അപ്പോൾ അനാൻഷാനെ കാണാനും അദ്ദേഹത്തിൻ്റെ ഗാനവേള ആസ്വദിക്കാനും ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി ഫാൻസ് ഉണ്ട്. അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. താങ്ക് യു.